ഹലോ കൃഷി ഓഫീസ്. സാർ ഞാൻ PR ഇഞ്ചു. പറഞ്ഞു പറയൂ. ഞാൻ ഇവിടത്തിലുണ്ട്. കാണുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ ഞാൻ ബിടെക് തോറ്റു. 48 സപ്ലൈ. അച്ഛന് മുമ്പിലെങ്കിലും ജയിച്ച് കാണിക്കണം. അതിന് 3 മാസം കൊണ്ട് വിളവെടുത്ത് കാശുകാരനാവാൻ പറ്റിയ വല്ല കൃഷിയുണ്ടോ സാർ? ഞാൻ മണ്ണിലേക്ക് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. മണ്ണിലേക്ക് മടങ്ങുന്നതന്നെ ആയിരിക്കും നല്ലത്. അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കണം. എന്റെ ദൈവമേ, എന്റെ മഞ്ഞള്. എടാ, നീ കല്യാണം കഴിച്ചില്ലേ നിന്റെ ഒരാളുടെ ജീവിതമേ പാഴാകത്തുള്ളൂ. വെറുതെ എന്തിനാടാ ആ കൊച്ചിന്റെ ജീവിതം കൂടെ പാഴാക്കുന്നേ? ഓരോ അമ്മമാര് ഈ പ്രായത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രോത്സാഹനം തരാത്തൊരമ്മ. എടാ, നിന്നെ കിട്ടണമെങ്കിലേ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. ശ്രീധരല്ലേ ചേച്ചി? പുരുഷധനം എന്നതാ അമ്മയും മോനും കൂടി. സജി, അവന് കല്യാണം കഴിക്കണോന്ന്. കഴിക്കട്ടെ ചേച്ചി, അതിനെന്താ? ഏതാ പെണ്ണ്? ശാലിനി. പെണ്ണെങ്ങനെയുണ്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കിടക്കുന്നു. അല്ല, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് ശാലിനി. അതിനാര് കണ്ട്? അല്ല, എനിക്ക് സംസാരത്തിൽ അങ്ങനെ തോന്നി. പോയാലോ? പോവാൻ വാ. ഇവിടെ കൊള്ളാലോ. ചന്ദന വെള്ളരി വല്ലരി മേലെ ചന്ദ്രിക പോലൊരു പെൺകുയിലാൾ സുന്ദരി നിന്നിലലിഞ്ഞു വിളങ്ങാൻ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ. കണ്ട വാർക്കപ്പണിക്കാർക്കൊന്നും എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അമ്മ, ഇനിയിപ്പോ നിങ്ങൾ അവളെ നിർബന്ധിച്ച് വേറെ കെട്ടിച്ചാലും ഞാൻ അവിടെ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും. ഒന്ന് കെട്ടിയെന്ന് വിചാരിച്ച് എനിക്ക് അവളോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. ആഹാ, അങ്ങനെ നീ വിളിച്ച ഉടനെ ഇറങ്ങി വരായിരിക്കുവാണോ അവള്? ഞാൻ വിളിച്ച ശാലിനി വരും. നീ പോടി. ഞാൻ പോവും. ഇങ്ങോട്ട് വന്നേ. സർവവിഘ്നോപശാന്തേ യസ്യ കൊല്ലം പറഞ്ഞോ? ഒന്നുമില്ല, താലി എടുത്തോളുക. യസ്യ വിരതവക്രാധ്യ പാരിശദ്ധ്യാ പരശുതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം സമാശ്രയേ. താലി വന്നോളൂ. താലി താലി എടുക്കൂ. അതൊന്നും ആയിരിക്കില്ല. അളിയൊന്നും ഉണ്ടായിരുന്നു. അമ്മയുടെ താലിയൊന്നും വരാം. പെറ്റ തലയോടാണോടാ താലി ചോദിക്കുന്നേ? പിന്നെ കണ്ടവന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റുമോ? നിന്നെ ഉണ്ടല്ലോ. നിന്റെ എന്റെ താലി കാണുന്നില്ല, അതുകൊണ്ടല്ല അമ്മ ചോദിച്ചു. ആഹാ, കൊള്ളാം. താലിയില്ലാത്ത കല്യാണം. കർക്കിടക 1 നല്ല ബെസ്റ്റ് സമയം. ഇപ്പൊ എന്നാ ചെയ്യും? മോനെ, വീട്ടിൽ പോയി ഒന്ന് നോക്കിയാലോ? ഇല്ല ചത്ത്, ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ പോയതാ. എല്ലാരും കൂടി അഞ്ഞു നോക്കിയാ കിട്ടുമെന്നേ. ചേട്ടാ, ദേ കിട്ടി 5 രൂപ. ഇത് എന്റെ കയ്യിരിക്കട്ടെ. ഞാൻ ആ ഡ്രസ്സ് മണി സ്ഥലം തപ്പിച്ചു വരാം. ആകെ മെനക്കേടായിട്ടോടും. അതെ, എനിക്ക് വയ്യ ഈ വെയിലത്ത് തപ്പാൻ. ഞാൻ വീട്ടിൽ പോവുക. ഞാൻ സദ്യ ഉണ്ടട്ടെ പോത്തു. ആകെ നാണക്കേടായല്ലോട്. നീ ശരിക്കും കടയിൽ നിന്ന് താലി മേടിച്ചായിരുന്നു. എന്റെ ജീവിതം ഇതുപോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. താലിയെല്ലാം നമുക്ക് നാളെ സൗകര്യം പോലെ വീട്ടിൽ പോയി കേട്ടാ ശാലിനി. എന്റെ കുഞ്ഞിന്റെ താലിയില്ല കല്യാണം കാണേണ്ടി വന്നല്ലോ ഭഗവാനെ. സാറേ,
ആ മാല കെട്ടുന്ന ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അഭിനയിക്കാവോ? പാലെനിക്ക് ശീലമില്ല. ശാലിമണി കുടിച്ചോ? പാൽ എനിക്കും ഇഷ്ടമല്ല. പിന്നെ സിനിമയിലൊക്കെ അമ്മ വാതിലൊന്നും അടക്കുവാട്ടോ. വേണ്ടടാ, അടയ്ക്കണ്ട. ഓ, ഇവന്റെ ഒരു കാര്യം. പൊതുവെ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറയാറ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ശാലിനിയുടെ അച്ഛനും അമ്മയും ശാലിനിനെ പഠിപ്പിച്ചു, വളർത്തി, വലുതാക്കി. അല്ല, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ വീട്ടിലേക്കല്ല ശാലിനിയെ കെട്ടിച്ചാച്ച. ഇതൊരു തരത്തിൽ ഒരു പറിച്ചു നടലല്ലേ? സമ്മതിക്കണം. ഇവിടെ ത്യാഗത്തിനെ സമ്മതിക്കണം. ഓ, എന്തല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് എപ്പോൾ അച്ഛനമ്മനെ കാണണം തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. എന്നോട് ഒരു വാക്കുകൂടി ചോദിക്കണ്ട. ആ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ, കിടക്കാല്ലേ? ശാലിനി, എന്തോറ്റി? ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെ അമ്മനെ കാണണം. ശാലിനി, വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം. ശാലിനി, വീട്ടിൽ പോവാം. ഒരു കുഴപ്പമില്ല. സോമ, എന്താടാ ഇവിടെ ഒരു കരച്ചില്? ശാലിനി, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. പതിവില്ലാതെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എന്നതാ കോള്? എൻ്റെ ദേഹത്തൊരു പോറിൽ വീഴുന്ന കൂടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിന്റെ വയറ്റിൽ കത്തി വെക്കും. അതിന് നമുക്ക് ഈ പ്രസവം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. വിവരമില്ലേ നിങ്ങൾക്ക്? പ്രസവം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ, പിന്നല്ലേ വീട്ടിൽ വെച്ച്. ശാലിനി, പ്രസവം ഒരു പ്രക്രിയയാണ്. അത് നടന്നോളൂ. തേങ്ങാ കൊലയാണ് പ്രക്രിയ എന്നൊക്കെ ആണുങ്ങൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. സോമചേട്ടന്റെ പിടിവാശി ഇവിടെ കാണിക്കല്ലേ. ഞാൻ എൻ്റെ കൈ വെച്ച് എന്തോരം പ്രസവം എടുത്തിരിക്കുന്നു. പശുവിന്റെ പ്രസവം എടുക്കുന്ന പോലെയാണോ ഇത്? ശാലിനി, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രസവം നടത്തുകയുള്ളൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാൽ തന്നെ എന്റെ വീട്ടുകാർ സമ്മതിക്കോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്. നിങ്ങളാരാ? വൈറ്റാട്ടി. വയറ്റാട്ടിയോ? എന്തോന്നിന്? അത് ശരി. ഇവിടെയൊക്കെ വൈറ്റാട്ടികൾ കളക്ടറിന്റെ പണിയാണ് ചെയ്യണത്. ആരെ? എൻ്റെ ഭാര്യയുടെ അമ്മയാ. ആ, അതാണ്. ശരിയായിക്കോളും. സോമ, നീ എന്തോന്ന് ഉദ്ദേശിച്ച? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? പൂവമ്പഴം പോലെ പേറിയാൻ എടുത്തു തരും. ഒരു ഈച്ച കുഞ്ഞു പോലെ അറിയാതെ. അതിന് അവിഹിത ഗർഭമൊന്നുമല്ല. എന്ന് വെച്ച് പ്രസവം ടിക്കറ്റ് വെച്ച് ആളെ കൂട്ടി ചെയ്യാൻ പറ്റുമോ? ഞാൻ 8 പേർ പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ
ഈ പേരൊക്കെ പുട്ടു പോലെങ്കിൽ പോലും ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടപ്പി തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. ആ മോനെ പിന്നെ കയ്യിലും പാലാരിഷ്ടം ധന്യന്ത്രം കുഴമ്പ്, പിന്നെ ഇരട്ടി മധുരം. ഇതൊക്കെ വേഗം മരുന്നിടന്ന് മേടിച്ച് വെച്ചേക്കണോട്ടാ. പിടിച്ചില്ല. ചേച്ചി ഒരു ദിവസം 2 നേരം വെച്ച് കുറുന്തോട്ടി പാൽ കഷായം കൊടുക്കുമായിരുന്നു. 8-ാം മാസം നിർത്തിയത്. പിന്നെ ചേച്ചി പറഞ്ഞ കുഴമ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാനും കൂടെ കുളിക്കുന്നത്. മതിയുടെ ചക്കരെ, ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല. എടീ എടീ, സോമന്റെ വീട്ടിൽ നിന്ന് എന്തോ ഒച്ച വെക്കുന്നുണ്ടല്ലോ. അയ്യോ ആ പെങ്കൊച്ചിന് വേദന തുടങ്ങി കടന്ന് ചെന്ന് നോക്ക് മനുഷ്യ. നീ ആ ടോർച്ചിങ് എടുത്തേ. അയ്യോ എന്ത് പറ്റി? ചേട്ടത്തി അനങ്ങുന്നില്ല, ഗ്യാസ് കയറിയതാന്നാ പറയുന്നേ. എന്നാ പ്രശ്നം? ചേട്ടത്തി ഓ മനുഷ്യന്റെ ഉറക്കകളയാൻ ഓരോ മാരണങ്ങള്. ഇവിടെ വന്ന പിന്നെ ഇരിപ്പ് തന്നെ ആയിരുന്നില്ലേ, പോരാത്തിന് നേരത്തെ പൊട്ടുകടലേം കയറ്റി അപ്പൊ തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജീരകവെള്ളം എടുത്തു. ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ ഈ വയ്യാവേലിയും കൊണ്ടാണ് നീ അവളുടെ പേരടിപ്പിക്കാൻ പോകുന്നത്. ചല്ലി പേടിക്കാതിരിക്കും, ചല്ലി പേടിക്കാതിരിക്കും. ചല്ലി ഞങ്ങളെല്ലാരും ഉണ്ട്, ഞാനുണ്ട്, ചേർത്തിയുണ്ട്, എല്ലാരും ഉണ്ട്. ചേർത്തി പെണ്ണിപ്പോ വെറും ആ തുണിയൊക്കെ കരുത്തുണ്ടാ. ചല്ലി ധൈര്യമായിട്ടിരിക്കും. തുണി എടുത്തോണ്ട് വരാ. ചല്ലി പോരാ. പേടിക്കണ്ട, വേദന വരുമ്പോഴേ നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് മുക്ക്. ശ്രമിക്കും ചല്ലി. ഈ നേരത്തെ അവളുടെ ബോധം കിടന്നത്, ബോധമില്ലാത്തവരെ ഒരു നൊപ്പിച്ചു വെച്ചിട്ട് അവളെ നീ കരയല്ലേ. ചല്ലി ധൈര്യമായിട്ടിരിക്കും. ചല്ലി നീ അകത്തോട്ട് ചെല്ലി. ഇനിയിപ്പോ നിങ്ങൾ പോക്കോ, നാളെ കാണാം. ശരി എന്നാ. അപ്പൂപ്പോ